ഹലോ ഹായ് എല്ലാവർക്കും ലേണയുടെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. ഞാൻ ഋതു കൃഷ്ണ. നമ്മൾ നോക്കാൻ പോകുന്നത് ജോബ് അപ്ഡേറ്റ്സ് ആണ് കേട്ടോ. സെപ്റ്റംബർ മാസത്തിലെ ജോലി സാധ്യതകളെ കുറിച്ചിട്ടാണ് നമ്മൾ ഇന്ന് ഡിസ്കസ് ചെയ്യാനായിട്ട് പോകുന്നത്. നമ്മുടെ ചാനലിന്റെ പേരെന്താണ്? ലേണോ ജോബ് ആൻഡ് കരിയർ ഓപ്പർച്യൂണിറ്റീസ് ആണ്. ജോബ് അപ്ഡേറ്റ്സ് മാത്രമല്ല, നമ്മൾ അക്കാദമിക് അപ്ഡേറ്റ്സും നമ്മുടെ ചാനലിൽ നമ്മൾ അപ്ഡേറ്റ് ചെയ്യാറുണ്ട്. വൈ ഡു ഐ ആസ്ക് യു ടു സബ്സ്ക്രൈബ്? എന്തുകൊണ്ടാണ് നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ പറയാനുള്ള കാരണം എന്താണെന്ന് ചോദിക്കൂ. എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാലേ, നമ്മൾ ഡെയിലി അക്കാദമിക് അപ്ഡേറ്റ്സ് അപ്ലോഡ് ചെയ്യുന്നുണ്ട്, അതുപോലെ തന്നെ ജോബ് അപ്ഡേറ്റ്സ് അപ്ലോഡ് ചെയ്യുന്നുണ്ട്. ഓക്കെ, അതുകൊണ്ട് സബ്സ്ക്രൈബ് ചെയ്തില്ലെങ്കിൽ വലിയൊരു നഷ്ടമായിരിക്കും കേട്ടോ. ഓക്കെ, അപ്പൊ നമ്മൾ ഇന്ന് വന്നിട്ടുള്ളത്, നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു ഓഗസ്റ്റ് മാസം ഒരു IB വാക്കൻസീസ് റിപ്പോർട്ട് ചെയ്തിട്ടുണ്ടായിരുന്നു. അതിൽ തിരുവനന്തപുരത്ത് 334 വാക്കൻസീസ് ഉണ്ട്. ടോട്ടൽ 4000-ൽ കൂടുതൽ വാക്കൻസീസ് റിപ്പോർട്ട് ചെയ്തൊരു മാസമാണ് ഓഗസ്റ്റ് മാസം എന്ന് പറയുന്നത്. വീണ്ടും IB ഇന്റലിജൻസ് ബ്യൂറോ അല്ലെ, കേന്ദ്ര ആഭ്യന്തര മന്ത്രാലയത്തിന് കീഴിലുള്ള ഇന്റലിജൻസ് ബ്യൂറോയില് 394 വാക്കൻസീസ് ആണ് വന്നിട്ടുള്ളത് കേട്ടോ. കൂടുതൽ ഡീറ്റെയിൽസ് നമുക്ക് പറയാം. കേന്ദ്ര ആഭ്യന്തര മന്ത്രാലയത്തിന് കീഴിലുള്ള ഇന്റലിജൻസ് ബ്യൂറോയില് 394 ജൂനിയർ ഇന്റലിജൻസ് ഓഫീസർ ഗ്രേഡ് 2 ടെക്നിക്കൽ അവരുടെ ഒഴിവുകളാണ് വന്നിട്ടുള്ളത്. ഗ്രൂപ്പ് സി നോൺ ഗസറ്റഡ് നോൺ മിനിസ്റ്റീരിയൽ തസ്തികയാണ്. ഡയറക്ട് റിക്രൂട്ട്മെന്റ് ആയിരിക്കും, അതായത് നേരിട്ടുള്ള നിയമനമാണ്. സെപ്റ്റംബർ 14 വരെ നിങ്ങൾക്ക് ഓൺലൈനായിട്ട് അപേക്ഷിക്കാവുന്നതാണ്. സെപ്റ്റംബർ 14 വരെ. ഓക്കെ, അത് ഓഗസ്റ്റ് 14 വരെ ആയിരുന്നു, ഇത് സെപ്റ്റംബർ 14 വരെ ഓൺലൈനായിട്ട് അപേക്ഷിക്കാവുന്നതാണ്. സാലറി സ്കെയിൽ 25,500 രൂപ തൊട്ട് 81,100 രൂപ വരെയാണ് സാലറി സ്കെയിൽ എന്ന് പറയുന്നത്. ഏജ് ലിമിറ്റ് ഉണ്ട്. 18 to 27 വയസ്സ് വരെ ഉള്ളവർക്കാണ് ഇതിൽ അപ്ലൈ ചെയ്യാനായിട്ട് സാധിക്കുക കേട്ടോ. അപ്പൊ ലാസ്റ്റ് ഡേറ്റ് സെപ്റ്റംബർ 14 ആണ്, ആവാറായിട്ടുണ്ട് അല്ലെ. സാലറി സ്കെയിൽ നോക്കി 25,000 ആണ് സ്റ്റാർട്ടിംഗ് വരുന്നത്. ഏജ് ലിമിറ്റ് ഉണ്ട്. 18 to 27 വയസ്സ് വരെയാണ് ഏജ് ലിമിറ്റ് വന്നിട്ടുള്ളത്. ക്വാളിഫിക്കേഷൻ നമുക്ക് നോക്കാം. ഡിപ്ലോമ ഇൻ എഞ്ചിനീയറിംഗ് ഇൻ ഇലക്ട്രോണിക്സ്, ഇലക്ട്രോണിക്സ് ആൻഡ് ടെലികമ്മ്യൂണിക്കേഷൻ, ഇലക്ട്രോണിക്സ് ആൻഡ് കമ്മ്യൂണിക്കേഷൻ, ഇലക്ട്രിക്കൽ ആൻഡ് ഇലക്ട്രോണിക്സ്, IT, കമ്പ്യൂട്ടർ സയൻസ്, കമ്പ്യൂട്ടർ എഞ്ചിനീയറിംഗ്, കമ്പ്യൂട്ടർ ആപ്ലിക്കേഷൻസ്, BSc ഇൻ ഇലക്ട്രോണിക്സ്, കമ്പ്യൂട്ടർ സയൻസ്, ഫിസിക്സ്, മാത്സ് ഓർ BC എന്നുള്ളവർക്കാണ് അപ്ലൈ ചെയ്യാൻ പറ്റുക. ഡിഗ്രി, ഡിപ്ലോമ, ഇലക്ട്രോണിക്സ് പഠിച്ചവരുണ്ടോ, കമ്പ്യൂട്ടർ സയൻസ് പഠിച്ചവരുണ്ടോ, ഫിസിക്സ് പഠിച്ചവരുണ്ടോ, മാത്സ് പഠിച്ചവരുണ്ടോ, BCA പഠിച്ചവരുണ്ടോ, IT-ൽ ഡിപ്ലോമ എടുത്തവരുണ്ടോ, കമ്പ്യൂട്ടർ സയൻസിൽ ഡിപ്ലോമ എടുത്തവരുണ്ടോ, കമ്പ്യൂട്ടർ എഞ്ചിനീയറിംഗിൽ ഡിപ്ലോമ എടുത്തവരുണ്ടോ, ഇലക്ട്രോണിക്സിൽ ഡിപ്ലോമ എടുത്തവരുണ്ടോ ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് വേഗം അപ്ലൈ ചെയ്തോളൂ. ഇത് നിങ്ങൾക്ക് പറ്റിയ ഒരു അവസരം തന്നെയാണ് കേട്ടോ. സെപ്റ്റംബർ 14 ആണ് ലാസ്റ്റ് ഡേറ്റ് എന്ന് പറയുന്നത്. ഇനി ഇതിന്റെ ഫീസ് കാര്യങ്ങളാണെങ്കിൽ 650 രൂപയാണ്. ഇത് ജനറൽ EWS OBC വിഭാഗക്കാരെ പുരുഷന്മാർക്ക് 680 രൂപയാണ്. അതായത് പരീക്ഷാ ഫീസ് 100 രൂപയും റിക്രൂട്ട്മെന്റ് പ്രോസസിംഗ് ചാർജ് 550 രൂപ. അങ്ങനെയാണ് 650 രൂപ വരുന്നത്. എക്സാം ഫീസ് ₹100 ആൻഡ് റിക്രൂട്ട്മെന്റ് പ്രോസസിംഗ് ചാർജ് ₹550. പിന്നെ പറയാനുള്ളത് അതേഴ്സ് റിക്രൂട്ട്മെന്റ് പ്രോസസിംഗ് ചാർജസ് 550 റുപ്പീസ് ആണ്. പിന്നെ എന്താണ്, ഫീ ക്യാൻ ബി പെയ്ഡ് ഓൺലൈൻ ഓർ ഓഫ്ലൈൻ, അതായത് എന്താണ്, ഓൺലൈൻ ആയിട്ടും അല്ലെങ്കിൽ ഓഫ്ലൈൻ ആയിട്ടും ഫീസ് അടയ്ക്കാവുന്നതാണ്. സെലക്ഷൻ റിട്ടൺ എക്സാമിനേഷൻ ഉണ്ടായിരിക്കും, ഇന്റർവ്യൂവും ഉണ്ടായിരിക്കുന്നതാണ്. എന്നാൽ ഇതിൽ നമ്മുടെ ഇന്റലിജന്റ് ഓഫീസർ ടെക്നിക്കൽ ആയത് കാരണം സ്കിൽ ടെസ്റ്റും പ്രതീക്ഷിക്കാവുന്നതാണ് കേട്ടോ. സ്കിൽ ടെസ്റ്റ് ഉണ്ടായിരിക്കും. കൂടുതൽ ഡീറ്റെയിൽസ് നിങ്ങൾക്ക് അറിയണമെങ്കിൽ www.mha.gov.in എന്നുള്ള വെബ്സൈറ്റിൽ നോക്കിയാൽ മതി. അതുപോലെ തന്നെ www.ncs.gov.in എന്നുള്ള വെബ്സൈറ്റിലും കൂടുതൽ ഡീറ്റെയിൽസ് പ്രസിദ്ധീകരിക്കുന്നതാണ്. ഓക്കെ അല്ലേ? അപ്പം ഫീസും കാര്യങ്ങളെല്ലാം മനസ്സിലായല്ലോ. ഇനി ഇതിന്റെ എക്സാം പാറ്റേൺ നമുക്ക് നോക്കാം. എക്സാം പാറ്റേൺ എന്ന് പറയുമ്പോൾ ഇന്റലിജൻസ് ബ്യൂറോ സെക്യൂരിറ്റി അസിസ്റ്റന്റ് അല്ലെങ്കിൽ എക്സിക്യൂട്ടീവ് എക്സാം is a recruitment process for various security positions within the IB and it consisting of 3 stages ആണ്. Tier 1 objective online exam ആണ്. Tier 2 descriptive language test ആണ്. Tier 3 interview അല്ലെങ്കിൽ personality test ആയിരിക്കും വരുന്നുണ്ടാവുക. The final merit list is based on the performance in Tier 1 and Tier 3. അതിന്റെ ബേസിസിലായിരിക്കും എന്തുണ്ടായിരിക്കുക, ഫൈനൽ മെറിറ്റ് ലിസ്റ്റ് അവർ പബ്ലിഷ് ചെയ്യുന്നത്. എക്സാം സ്ട്രക്ചർ നമ്മൾ പറഞ്ഞു. ടയർ 1 ഒബ്ജക്റ്റീവ് ടെസ്റ്റ് ആണ്. ടയർ 2 എന്ന് പറയുന്നത് ഡിസ്ക്രിപ്റ്റീവ് ലാംഗ്വേജ് ടെസ്റ്റ് ആണ്. ടയർ 3 എന്ന് പറയുന്നത് ഇന്റർവ്യൂ അല്ലെങ്കിൽ പേഴ്സണാലിറ്റി ടെസ്റ്റ് ആയിരിക്കും. അപ്പൊ ഇതില് ഒബ്ജക്റ്റീവ് ടൈപ്പ് ഓൺലൈൻ എക്സാമും സ്കിൽ ടെസ്റ്റും ഇന്റർവ്യൂ മുഖേനയായിരിക്കും ഏത് IB ഇന്റലിജൻസ് ഓഫീസറിന്റെ സെലക്ഷൻ ഉണ്ടായിരിക്കുന്നത് കേട്ടോ. ഓക്കെ അല്ലേ? അപ്പൊ ഇതുപോലത്തെ കൂടുതൽ ഡീറ്റെയിൽസ് നിങ്ങൾക്ക് അറിയണമെങ്കിൽ നിങ്ങൾ എന്താണ് ചെയ്യേണ്ടത്, നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പൊ നിങ്ങൾ കൂടുതൽ കാര്യങ്ങൾ ഇതുപോലത്തെ
അപ്ഡേറ്റ്സ് അറിയുന്നതായിരിക്കും. അപ്പൊ സെപ്റ്റംബർ മാസത്തിലെ ജോലി സാധ്യതകളെ കുറിച്ചാണ് നമ്മൾ പറഞ്ഞത്. അപ്പോൾ എല്ലാ കാര്യങ്ങളും അറിയാലോ. സെപ്റ്റംബർ 14 അപ്ലൈ ചെയ്യണം. ഏജ് ലിമിറ്റ് 18 to 27 വയസ്സാണ്. സാലറി സ്കെയില് 25,500 to 81,100 rupees വരെയാണ് സാലറി സ്കെയിൽ വന്നിട്ടുള്ളത്. 394 വാക്കൻസീസ് ആണ്. സോ ഇതുപോലത്തെ അപ്ഡേറ്റ്സ് ആവശ്യമുണ്ടെങ്കിൽ വേഗം സബ്സ്ക്രൈബ് ചെയ്തോളൂ. താങ്ക്സ് ഫോർ യുവർ ടൈം. ബൈ.